പക്ഷെ അതെങ്ങനെ ദൈവമായി? എവിടെയോ കിടക്കുന്നൊരു പാറ, അതിനൊരു കഷ്ണം ചെത്തിയെടുത്ത് രൂപം കൊത്തിയെടുത്ത്, മനുഷ്യനെ പോലെയുള്ള രൂപം മറ്റിലൊക്കെ ഉണ്ടായിരിക്കും, അത് മനുഷ്യനോട് റിലേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനത്തെ രൂപങ്ങൾ കൊത്തിയെടുത്ത് അതിലൊരു ആചാര്യൻ, ഹിന്ദു വിശ്വാസപ്രകാരമാണ് പറയുന്നത്, അതിലൊരു ആചാര്യൻ ഒരു പൂജകളൊക്കെ നടത്തി, ഒരു കലശത്തിലെ വെള്ളമാടി, അതിനൊരു മന്ത്രന്യാസങ്ങളൊക്കെ ചെയ്ത് തൊട്ട് ജപിച്ച്, അതിനുശേഷം നിങ്ങളോട് പറയുന്നു ഇതാ ദൈവമായി മാറി. ഒരു ചിത്രമാണെങ്കിലും ഇങ്ങനെ തന്നെ. അതോടുകൂടി നിങ്ങൾ അതിനെ ദൈവമായി കാണുന്നു, പിന്നെ വന്ദിക്കുന്നു. ഇതുപോലെയാണ് എന്നെപ്പോലുള്ള ഗുരുക്കന്മാർ തന്ത്രപദ്ധതി അനുസരിച്ച് ഒരു വിഗ്രഹത്തിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും. ഒരു ഗുരു വർഷങ്ങളോളം നീണ്ട പഠനമുണ്ട് ഞങ്ങൾക്ക്. അതിനുശേഷം തപസ്സിലൂടെ, തപസ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കല്ല, ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിൽ ന്യാസാദികളും പൂജകളും കലശാഭിഷേകവും നടത്തി. ഞങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ ഞങ്ങൾ ഉറപ്പിക്കുന്ന ചില പദ്ധതികൾ ചെയ്തിട്ട് ആ ദേവതയിൽ ഞങ്ങളെ സ്ഥാപിക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുമ്പോൾ ആ കല്ല് ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവം, ആ പ്രക്രിയയാണ് ദൈവമാക്കുന്നെങ്കിൽ നമ്മളും ദൈവമാണ്.